പ്രിയ അമേ റോയ് ബേബി പാസ്റ്ററെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. അമേൻ. ഈ മീറ്റിംഗിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. അമേൻ. ഞാൻ കോഴിക്കോട് നിന്നാണ് പലപ്പോഴും മീറ്റിങ്ങിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ വന്നതിന് ശേഷം ഇങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങിൽ അങ്ങനെ സജീവമായില്ല ഞാൻ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ ചെറിയ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടാലും ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ സഹകരിക്കുക. ആമേ, കർത്താവ് സഹായിക്കട്ടെ. ആമേ, സ്തോത്രം. നിങ്ങളുടെ കൂട്ടായ്മയിൽ മുൻപും പങ്കുചേരാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. അത് സന്തോഷകരമായിരുന്നു. ആമേൻ. ആ കൂട്ടായ്മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കുചേരാനുള്ള അവസരം ദൈവം തന്നതോർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം കോഴിക്കോട് കർത്താവിന് വേലോടുള്ള ബന്ധത്തിലായിരുന്നു. ഈ വർഷത്തെ സ്ഥലം മാറ്റത്തോടെ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. സ്തോത്രം. ഇടയ്ക്ക് ചെന്നൈയിലേക്ക് വന്നാലോ എന്നിങ്ങനെ ഒരു ആശയവും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പെട്ടെന്നാണ് തൃശ്ശൂരിലേക്കുള്ള ഒരു ക്രമീകരണം ദൈവത്താൽ ഒരുക്കപ്പെട്ടത്. ഞാനും തിരുവല്ല റാന്നിയിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. കുറെ വർഷങ്ങൾ മലബാറി കർത്താവിൻ്റെ വേലോടുള്ള ബന്ധത്തിലായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നാട്ടിലുള്ളപ്പോൾ കുറച്ചുകൂടെയൊക്കെ അവരുടെ അടുത്തേക്കൊന്ന് വരാൻ കഴിയുന്നത് നമുക്ക് അവരുടെ പ്രായാധിക്യ സമയങ്ങളിൽ അവരെ ഒന്ന് സംരക്ഷിക്കാനും ഒക്കെ ഒരു സഹായമാകുമല്ലോ എന്ന് ചിന്തിച്ചാണ് ദൂരേക്കുള്ള യാത്രകൾ ഒഴിവാക്കുവാനിടയായി തീർന്നത്. ആമേൻ. ഞങ്ങളുടെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവ് ഇന്ന് പകലിൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ പ്രിയ റോയ് ബേബി പാസ്റ്ററോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പാട്ട് പാടിയപ്പോൾ. സ്തോത്രം. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ഒരു പുതിയ പാട്ട്, അവർ രണ്ടാമത് പാടിയ പാട്ട് എനിക്കും ഒരു പുതിയതായിരുന്നു. സ്തോത്രം. അത് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുപോലെ ഭവന അന്തരീക്ഷങ്ങളിലും ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും ഒക്കെയുള്ള പല പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്ന് അറിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. പല പ്രാർത്ഥനാ വിഷയങ്ങളും കേൾക്കുവാൻ കഴിഞ്ഞു. ആമേ, ഒരു ചർച്ച ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഞാൻ കണ്ടു. തലമുറകൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം, ഭാവി, ജീവിതം, ആമേ, ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആമേ ദൈവമക്കളെ ഞാൻ കണ്ടു. എല്ലാവരെയും ഓർക്കുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പല നിലകളിൽ സുവിശേഷത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പെന്തക്കോസ്തിൻ്റെ ഒരു ഈറ്റില്ലമെന്ന് നമ്മൾ വിളിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ, നമ്മുടെ എല്ലാ പ്രധാന പ്രസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ, സ്തോത്രം, സുവിശേഷത്തിനെതിരായി ഉണ്ടാകുന്ന എതിർപ്പുകളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേ, ഇതിൻ്റെ നടുവിലും നാം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇന്ന് പകലിലുള്ള നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള മനോഹരമായ ഒരു വാക്ക്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേ, എത്ര സന്തോഷകരമായ ഒരു വാക്കാണ് സെക്കരിയാവിന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. സ്തോത്രം. സെക്കരിയാവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട
ഒരാവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിന്ന ഒരു പുരോഹിതനാണ് സെക്കരിയാവെന്ന് നമുക്കറിയാം. ആമേൻ. കൂറിന്റെ ക്രമപ്രകാരം ആണ് ഈ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ദാവീദിന്റെ കാലത്ത് ക്രമീകരിച്ചതാണ്. അപ്പൊ ജനം അത് അനുസരിച്ച് ഈ ശുശ്രൂഷകൾ ഓരോ ഘട്ടങ്ങളിലും എല്ലാവർക്കും ശുശ്രൂഷ ലഭിക്കത്തക്ക നിലയിൽ ഒരു ക്രമീകരണമാണ് ദാവീദ് ചെയ്തത്. അങ്ങനെ അബിയാക്കൂറിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ദൈവദാസനാണ്, ഒരു പുരോഹിതനാണ് സെക്കരിയാവ് എന്ന് നമുക്കറിയാം. വളരെ പ്രായമുള്ള ഒരു ദൈവ മനുഷ്യൻ. സ്തോത്രം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് താൻ എത്തുമ്പോൾ ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന ശുശ്രൂഷ അദ്ദേഹം നിർവഹിക്കുന്ന വേളയിൽ യാഗപീഠത്തിനരികെ സ്തോത്ര ധൂപപീഠത്തിനരികെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് പകലിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വളരെ ആഗ്രഹത്തോടെ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ മറുപടി ആയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ഹൃദയങ്ങളോട് വ്യക്തമായി പ്രാരംഭ സമയം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ദിനങ്ങൾ സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. നില നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവത്തിന്റെ മറുപടി പ്രാപിക്കുന്ന ദിവസങ്ങളാണ് എന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് വ്യക്തമായി ആലോചന പറയുകയാണ്. എത്ര പേർക്കത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയും? എത്ര പേർക്കത് വിശ്വസിക്കുവാൻ കഴിയും? കർത്താവേ, ഇത് എന്നോടുള്ള ദൈവ ശബ്ദമാണ്, എന്നോടുള്ള ദൈവത്തിന് ആലോചനയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ ചുമതലപ്പെടുത്തിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നാം ഓരോരുത്തരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണിത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്. സ്തോത്രം. ഈ പ്രാർത്ഥന എന്താണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ, ഒരുപക്ഷെ സെക്കരിയാവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാമായിരുന്നു. സ്തോത്രം. എങ്ങനെയാ സെക്കരിയാവ് പ്രാർത്ഥിച്ചേ എന്നൊരു അറിവ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതേപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ ഇല്ല. സ്തോത്രം. എങ്ങനെയാണ് സെക്കരിയാവ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്കറിയില്ല. ആ പ്രാർത്ഥനാ വാചകങ്ങളൊന്നും തന്നെ അവിടെ കൊടുത്തിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ വർഷങ്ങളായുള്ള സെക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. ആ മറുപടിയെ കുറിച്ച് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത് സ്തോത്രം. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഇങ്ങനെ യോഹന്നാനെ കുറിച്ചുള്ള ഒരു വലിയ ദൂത്, വലിയൊരു ആലോചന തന്നെ സ്തോത്ര സെക്കരിയാവിന് ദൈവം നൽകുകയാണ്. സ്തോത്രം. അപ്പോൾ നാം അറിയേണ്ടത് സെക്കരിയാവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു, അല്ലെ എങ്ങനെയായിരുന്നു എന്നല്ല ദൈവാത്മാവോട് വെളിപ്പെടുത്തുന്നത്. മറിച്ച് സെക്കരിയാവിന് കിട്ടിയ മറുപടി എന്താണ് എന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സെക്കരിയാവ് എങ്ങനെയാ പ്രാർത്ഥിച്ചത് എന്നല്ല അവിടെ പറയുന്നത്, മറിച്ച് സെക്കരിയാവിന് എന്തു മറുപടിയാണ് ദൈവം കൊടുത്തത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ മൂലം നിന്റെ കുടുംബത്തിന് സന്തോഷമുണ്ടാകും, മാത്രമല്ല ജനത്തിന് സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ എന്നുള്ള ഒരു വ്യക്തമായ
ആമേ ആലോചനയാണ് ദൈവം സെക്കറിയാവിന് നൽകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നാം അറിയേണ്ടത്, ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ അതിൻ്റെ മുൻപിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ദൈവം നോക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി തരുമ്പോൾ, ഞാൻ പ്രാരംഭം ഓർപ്പിച്ചല്ലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ദൈവം നന്നായി പരിശോധിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഒന്നാമത്തെ വ്യക്തി സെക്കറിയാവാണ്. ഞാൻ പറഞ്ഞതുപോലെ അബിയാക്കൂറിൽ ഉൾപ്പെട്ട ഒരു പുരോഹിതനാണ് അദ്ദേഹം. സ്തോത്രം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വളരെ കൃത്യമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവമനുഷ്യൻ തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് സംസാരിക്കുകയാണ്. ആമേ സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നിനക്കൊരു മകനെ തരും. അങ്ങനെ നിന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അവൻ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഒരു വലിയ സന്ദേശം. ഓർക്കണം ദൈവമക്കളെ, സെക്കറിയാവിനോട് ദൈവം ഈ ദൂത് സംസാരിക്കുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിക്കുമ്പോൾ, നീണ്ട 400 സംവത്സരമായി ഒരു മറുപടിയോ ഒരു ദൈവശബ്ദമോ കേൾക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സെക്കറിയാവ് ആമേൻ ഈ ശബ്ദം കേൾക്കുന്നത് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. 400 സംവത്സരമായ നിശബ്ദതയുടെ കാലത്താണ് ആമേ സ്തോത്ര സെക്കറിയാവ് ഈ ദൈവിക ആലോചന പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കണേ, വളരെ വിലപ്പെട്ട ഒരു സന്ദേശം. ആമേ വിലപ്പെട്ട ഒരു നിമിഷത്തിൽ സെക്കറിയാവിന് അത് ലഭിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ഒരു ദൂത് പറയുമ്പോൾ, ദൈവം നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി തരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? സ്തോത്രം. ദാവീദിനെ നോക്കിയാൽ അതിന്റെ ശരിയായ ഉത്തരം നമുക്ക് ലഭിക്കും. ദാവീദ് രാജാവായപ്പോൾ ദാവീദിന്റെ പ്രധാനമായ തീരുമാനം, ആമേൻ, ഒരു ദൈവത്തിന് ഒരാലയം പണിയണമെന്നു. സ്തോത്രം. ആ ആലയം പണിയാനുള്ള തീരുമാനം ദാവീദ് എടുത്തപ്പോൾ നാഥാനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സ്തോത്രം. ഞാൻ അരമനയിൽ പാർക്കുകയാണ്, പക്ഷെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു. ആമേ സ്തോത്രം. ഇതങ്ങോട്ട് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് ദൈവത്തിന് ഒരു ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. നാഥാൻ പറഞ്ഞു, വളരെ നല്ലതാണ്, നീ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നാഥാൻ പോയി. എന്നാൽ അന്ന് രാത്രി നാഥാനോട് ദൈവം പറഞ്ഞു, നീ ദാവീദിനോട് പോയി പറയണം, നീ അല്ല ആമേ ആ ആലയം പണിയേണ്ടത്. നീ ധാരാളം രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്, യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ നിന്റെ തലമുറയെ ഞാനത് ചുമതലപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എനിക്ക് മകനായിരിക്കും, ഞാൻ അവന് അപ്പനായിരിക്കും. അവന് തെറ്റുകൾ വന്നാൽ ഞാൻ അവനെ ശിക്ഷിക്കും. സ്തോത്രം. നേരായ പാതയിൽ ഞാൻ അവനെ നടത്തും. മാത്രമല്ല, നീ ഈ കാര്യത്തിന് മനസ്സ് വെച്ചതുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ തലമുറയിൽ ഒരുവൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഇല്ലാതെ വരികയില്ല. സ്തോത്രം. ഒരു നല്ല ആലോചന, ഒരു ദൈവശബ്ദം നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനെ ദൈവം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ആ ആലോചന പിറ്റേ ദിവസം ദാവീദിനെ നാഥാൻ അറിയിക്കുമ്പോൾ ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? അവൻ സ്തോത്രം അവിടെ നിന്ന് സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹം എന്തുള്ളൂ, ഇതും പോരാഞ്ഞിട്ട് എന്റെ തലമുറയെ കുറിച്ചുകൂടെ നീ അരുളി ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി തരുമ്പോൾ അവിടെ മുട്ടുകുത്തണം, അവിടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം, അവിടെ നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. സെക്കറിയാവിനോട് കർത്താവ് പറയുകയാണ്, സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി.
നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് സെക്കറിയാവ് രണ്ടാമത് ചെയ്യേണ്ടിയിരുന്ന കാര്യം, സ്തോത്രം, സെക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു കുടുംബമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമ്പോൾ അടുത്ത പദം, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശവുമായി നേരെ പോകേണ്ടത് എലിസബത്തിന്റെ അരികിലേക്കാണ്. എലിസബത്തിനോട് പറയണം, എലിസബത്തെ, ഇന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു ദൈവിക ദർശനമുണ്ടായി. ദൈവത്തിന് ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി. ഒരു മഹത്വകരമായ സന്ദേശം അവിടുന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോകയാ. ആമേ സ്തോത്രം. നമ്മുടെ ആമേ സ്തോത്രം പിതാവായ അബ്രഹാമിനെയും സാറയെയും അനുഗ്രഹിച്ചതുപോലെ വാർദ്ധക്യത്തിൽ നമുക്കൊരു മകനെ, ഒരത്ഭുത മകനെ നൽകുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി തന്ന ഒരാലോചനയാണത്. ഹല്ലേലൂയ. സ്തോത്രം. അത് എലിസബത്തിനോട് പറഞ്ഞ് അവരൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരവസരം സെക്കറിയാവ് ക്രമീകരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഈ എലിസബത്തും ഒരു പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാ. സ്തോത്രം. അഹരോന്റെ പുത്രിമാരിൽ ഒരാളെന്നാണ് നമ്മൾ ആമേ സ്തോത്രം എലിസബത്തിനെ കുറിച്ച് വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ശുശ്രൂഷ എന്താണെന്നും ശുശ്രൂഷ പാരമ്പര്യം എന്താണെന്നും അതിന്റെ രീതികൾ എന്താണെന്നും ഒക്കെ വ്യക്തമായി അറിയാവുന്ന, ശുശ്രൂഷയ്ക്ക് നല്ല സഹായമായ ആമേ സ്തോത്രം ആ സഹോദരി ആമേ സ്തോത്രം താന് ശുശ്രൂഷ ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേ ചർച്ച് ലഭിച്ച മറുപടി അടുത്തതായി കൈമാറേണ്ടത് എലിസബത്തിനായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? ആമേൻ. പ്രിയമുള്ളവരെ, സ്തോത്ര പത്രോസിന്റെ ലേഖനത്തിൽ ആമേ ഭാര്യമാരെ കുറിച്ച് പറയുന്നത് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന. സ്തോത്രം. കൂട്ടവകാശികൾ. ഹല്ലേലൂയ. ആമേ സ്തോത്ര ഭർത്താവിന് ഒരു നന്മയുണ്ടായാൽ ആമേ സ്തോത്രം അതിന്റെ പങ്കാളി ഭാര്യയാണ്. സ്തോത്രം. കൂട്ടവകാശിയാണ്. ഹല്ലേലൂയ. ഒരു നല്ല ആലോചന കിട്ടിയപ്പോൾ അത് പങ്കുവെച്ച് സ്തോത്രം ചെയ്ത് കുടുംബത്തിൽ ഒരുമിച്ച് ആരാധിക്കാൻ, ഒരുമിച്ച് മഹത്വപ്പെടുത്താനുള്ള ഒരു വേദിയായി അതിനെ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം ആമേ സെക്കറിയാവിനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഒരു പ്രാർത്ഥനയുടെ മറുപടി ആമേ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ആരാധനയായി രൂപാന്തരപ്പെടണം. സ്തോത്രം. ഒരു സ്തുതിയായി രൂപാന്തരപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തിനകത്തേക്ക് വരണം, ഭവനത്തിനകത്തേക്ക് വരണം. അത് ഭാര്യയുടെ അരികിലേക്കും മക്കളുടെ അരികിലേക്കും വരണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കറിയാമല്ലോ, ദാവീദ് സ്തോത്രം 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 2 ശമൂവേൽ 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, 6:18. ദാവീദ് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം, ഇതിന്റെ സന്ദർഭം നമുക്കറിയാം. ദൈവത്തിന്റെ പെട്ടകം ആമേ സ്തോത്രം ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് ആമേ ദാവീദ് അതിനെ അടിച്ചിരിക്കുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭമാണ്. ആദ്യം അതിന് തടസ്സമുണ്ടായി. ദാവീദ് അത് ഓബേദെദോമിന്റെ വീട്ടിൽ വെച്ചു. സ്തോത്രം. അതിനുശേഷം ആമേ ആ പെട്ടകമിന് കൊണ്ടുവരുന്ന സമയമാണ്. അങ്ങനെ ദാവീദ് അത് യഹോവയുടെ സന്നിധിയിൽ വെച്ചതിന് ശേഷം യാഗങ്ങളൊക്കെ അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതനും രാജാവിനും ഒക്കെ അനുഗ്രഹിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അവർ അഭിഷക്തരാണ്. സ്തോത്രം. അവർ ജനത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അതിന് 19-ാമത്തെ വാക്യം, പിന്നെ അവൻ ഇസ്രായേലിന് പല നന്മകൾ കൊടുത്തു. 20. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ
അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവിക കൂട്ടായ്മയിൽ, ദൈവ സാന്നിധ്യത്തിൽ ലഭിച്ച ആ അനുഗ്രഹത്തിന്റെ ഒരു പങ്ക് ഭവനത്തിലേക്ക് വരികയാണ്. പക്ഷേ മീഖൾ അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല എന്ന് നമുക്ക് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം നാം അറിയണം, ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരനുഗ്രഹത്തിന്റെ പങ്ക് നമ്മുടെ വീട്ടിലേക്ക് വരണം. സ്തോത്രം, വീട്ടിലേക്ക് വരണം. ഇന്നലെ ഞങ്ങളുടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥന നടന്ന് വൈകുന്നേരം ഞാൻ ഒരു സഹോദരനെ വിളിച്ചു. അദ്ദേഹം ജോലിക്ക് പോകുന്ന ഒരാളാണ്. 2 ദിവസമായി അദ്ദേഹം ശരീരത്തിന് വേദനയാലൊക്കെ ഭാരപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ വൈകുന്നേരം എങ്ങനെയുണ്ട്, വിവരങ്ങളൊന്നും അറിയാമെന്നോർത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഓക്കെയാണ്, അതിനൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നല്ലോ എന്ന് കേട്ടു എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു? അത് സഹോദരി വന്നപ്പോൾ ഞാൻ ചോദിച്ചു. സ്തോത്രം. വീട്ടിൽ സഹോദരിയോട് ചോദിച്ചു, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായിരുന്നു, നല്ല മീറ്റിംഗ് ആയിരുന്നു, നല്ല സന്ദേശമായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം തന്നു എന്ന് ആ സഹോദരി പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. നമ്മൾ ഓർക്കുക ദൈവമക്കളെ, ഒരു ചർച്ചിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹത്തിന്റെ പകർച്ച നമ്മുടെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ ലഭിക്കുന്ന ആ സന്ദേശം, സ്തോത്രം, നമുക്ക് ചർച്ചിൽ വന്നാൽ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാം. പക്ഷേ ഏറ്റവും പ്രധാനമായത് അവിടുത്തെ വചന ശുശ്രൂഷയാണ്. സ്തോത്രം. അതിൻ്റെ ഏറ്റവും പ്രധാനമായ കണ്ടന്റ് എന്താണോ അത് നമ്മുടെ ചർച്ചിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അന്നത്തെ മീറ്റിങ്ങിന് വരാതിരുന്ന പ്രിയപ്പെട്ടവരോട്, കുടുംബാംഗങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആ സഹോദരി പറഞ്ഞു, ഇന്ന് പാസ്റ്റർ സംസാരിച്ചത് ഇന്ന ഭാഗമായിരുന്നു, അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഓർക്കുക, ചർച്ചിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണ്? സ്തോത്രം, ആ ദൈവവചനത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ആ ഏറ്റവും പ്രധാനമായ സന്ദേശത്തിന്റെ ചില ഭാഗങ്ങളെങ്കിലും അടർത്തി ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഹല്ലേലൂയ. ബെരോവക്കാരെ കുറിച്ച് പറയുന്നത്, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. തിരുവെഴുത്തുകളെ ദിനം പ്രതി അവർ പരിശോധിച്ചിരുന്നു. കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്നവർ വിചിന്തനം ചെയ്യുന്നവരായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, സ്തോത്രം, അതിൻ്റെ ഒരു പങ്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തണം. സ്തോത്രം. ദൈവമക്കളെ, ആലയത്തിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റ് പറക്കിക്കൊണ്ടു പോകല്ലേ. സ്തോത്രം. അല്ലെ, വേസ്റ്റ് കളക്ട് ചെയ്യുന്നവരല്ല നമ്മള്. അവിടെ ചിലപ്പോൾ ആരെങ്കിലും പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പ്രവർത്തികളോ നിസ്സഹരണങ്ങളോ അലംഭാവങ്ങളോ അശ്രദ്ധകളോ ഒപ്പിയെടുക്കുന്ന വേസ്റ്റ് വാരുന്നവരായി നാം മാറരുത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന് ലഭിക്കുന്ന നന്മയുടെ പങ്കുകാരായി നമുക്ക് മാറാൻ കഴിയണം. സ്തോത്രം. നെഗറ്റീവുകൾ അവിടെ നിന്ന് ശേഖരിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ വരാതിരുന്ന ആളുകളോട് പറഞ്ഞ് അവരുടെ ഉള്ളിലേക്കും സ്തോത്രം നെഗറ്റീവ്സ് പകരുന്നവരായിട്ട് നാം മാറരുത്. ഹല്ലേലൂയ. ആലയത്തിൽ നിന്നുള്ള നന്മ നമ്മുടെ ഭവനങ്ങളിൽ എത്തണം. അത് മാത്രമേ അനുഗ്രഹമായി മാറുകയുള്ളൂ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കണ്ണൂർ ഭാഗത്ത് അവിടുത്തെ ഒരു ഉത്സവമല്ല, നമ്മുടെ ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പടക്കം പൊട്ടിച്ചു. അവര് കുറച്ച് വൈകിയാണല്ലോ സ്ഥാനമെടുത്തത്. അപ്പോൾ അവര് പടക്കം പൊട്ടിച്ചു. അപ്പൊ കുറച്ചു പടക്കം
പൊട്ടാതെ കിടന്നു. അവിടുത്തെ പിള്ളേര് പിറ്റേ ദിവസം ഈ പൊട്ടാത്ത പടക്കം പറക്കി ആമേൻ അവരെ കൂട്ടിവെച്ച് ചൂടാക്കി അവര് പൊട്ടിച്ചു. സ്തോത്രം. സംഭവിച്ചത് ഒരു കുഞ്ഞ് ആമേൻ പെട്ടെന്ന് അത് അപകടമായി, അപകടത്തിൽ മരിക്കുവാനായിട്ട് ഇടയായിത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ ഈ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ചിലപ്പോ പൊട്ടാത്ത പടക്കങ്ങളൊക്കെ ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. അത് വീട്ടിനകത്ത് പൊട്ടിത്തെറിക്കും. സ്തോത്രം. അതുകൊണ്ട് ആമേ സ്തോത്രം, അവിടെ നിന്ന് ലഭിക്കുന്ന നന്മകൾ, സ്തോത്രം, വചനം, അതായിരിക്കണം നാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. സ്തോത്രം. മൂന്നാമത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്തോത്രം സെക്കറിയാവിന് കിട്ടിയ മറുപടി മൂന്നാമത് ലഭിക്കേണ്ടത് ആർക്കാണ് എന്ന് നമുക്കിടെ കാണാനായിട്ട് പറ്റും. പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ കരങ്ങളിലേക്കാണ് ഈ മറുപടി എത്തേണ്ടത്. ഇത് നോക്കിക്കേ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. സെക്കറിയാവ് അകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ പുറത്ത് ഒരു കൂട്ടം ജനമുണ്ട്. അവര് പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. ഇനി അതിന്റെ 21-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 21-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, ജനം സെക്കറിയാവിനായി കാത്തിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ആമേ. അടുത്തത്, അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോ ആ ശുശ്രൂഷയെ കുറിച്ചുള്ള നല്ല അറിവ് അവർക്കുണ്ട്. സ്തോത്രം. എപ്പോഴാണ് സെക്കറിയാവ് കയറിപ്പോയതെന്നും എപ്പോഴാണ് തിരിച്ചു വരികയെന്നും എത്ര സമയമെടുക്കുമെന്നും ഇപ്പോൾ താമസിച്ചിട്ടുണ്ട് എന്ന കാര്യം വരെ അവർക്കറിയാം. അപ്പൊ ആ ജനത്തിന്റെ ആലയവും ശുശ്രൂഷകളുമായുള്ള ആ പരിചയവും ബന്ധവും എല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അടുത്ത വാക്ക്, അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. നമുക്കറിയാലോ, പുറത്തു വന്ന ജനത്തെ ആശീർവദിക്കണം. ദാവീദ് ചെയ്തതുപോലെ പുരോഹിതനും ചെയ്യണം. സ്തോത്രം. അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ പറയുകയാണ്, അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു. ആമേൻ. നോക്കണം, സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ടാണ് സെക്കറിയാവ് അകത്തേക്ക് പോയത്. പുറത്തേക്കിറങ്ങി വരുമ്പോൾ സംസാരിക്കാൻ കഴിയാത്തവനായിട്ടാ വരുന്നേ. നമ്മളാണ് എന്തു പറഞ്ഞേനെ, തമ്പുരാൻ അടിച്ചു. സ്തോത്രം. എന്തോ കുഴപ്പം കാണിച്ചു. സ്തോത്രം. ഇത്ര പ്രായമായിട്ടും ആമേ സ്തോത്രം എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഗതികേട് ഈ മനുഷ്യന് വരില്ല. സ്തോത്രം എന്ന് പറയും. പക്ഷേ ഈ ജനം പറഞ്ഞത് കേട്ടോ. സ്തോത്രം. അവൻ ഒരു ദർശനം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ഇത്. ആമേ സ്തോത്രം, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. അവൻ പോയത് ദേവാലയത്തിലേക്കാണ്. സെക്കറിയാവ് ആരാണെന്ന് അവർക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവൻ ഒരു ദർശനം കണ്ടു. സ്തോത്രം. നെഗറ്റീവ്സ് ആണ് സംഭവിച്ചതെങ്കിലും അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്, ഒരു നന്മയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് എനിക്ക് ആ ജനത്തോട് അത്ര വലിയ സന്തോഷം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ മറുപടിയുമായി പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചിട്ട് സെക്കറിയാവിന് പറയാൻ കഴിയുമായിരുന്നു, സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്തു. അല്ല, ദൈവം നമ്മെ കുറിച്ച് ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജനത്തോട് ആമേ സ്തോത്രം സെക്കറിയാവ് പറയണം. അതായിരുന്നു ദൈവത്തിന്റെ ഹിതം. സ്തോത്രം. പക്ഷേ പുറത്തു നിൽക്കുന്ന ജനത്തിന് മുമ്പിൽ സെക്കറിയാവിന് അത് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, പുറത്തു നിൽക്കുന്ന ആളുകൾ കുറച്ചുപേരേ ഉള്ളൂ. എന്നാൽ മുഴു ഇസ്രയേലിനോടുമുള്ള ദൈവത്തിന്റെ ആലോചന കൂടിയാണ് സെക്കറിയാവിന് ദൈവം കൈമാറിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഒരു വലിയ സന്ദേശം. സ്തോത്രം. ഒരുക്കമുള്ളൊരു ജനത്തെ
കർത്താവിന് വേണ്ടി ഒരുക്കുന്ന ഒരു യോഹന്നാനെ കുറിച്ച്, യേശു കർത്താവിന്റെ മുന്നോടിയായ യോഹന്നാനെ കുറിച്ചുള്ള ഒരു വലിയ ആലോചനയാണ് സക്കറിയാവിന് ദൈവം കൈമാറുന്നത്. അത് ദാൻ മുതൽ ബേർഷേബ വരെ യഹൂദ്യ നാട് മൊത്തം പ്രസിദ്ധീകരിക്കപ്പെടേണ്ട ഒരു സന്ദേശമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിചയത്തിൽ തലമുറകളില്ലാത്ത ധാരാളം ദമ്പതികളുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരാളോട് നമ്മൾ പറയുക, നീ ഇന്ന സ്ഥലത്ത് ചെന്ന് ഇന്ന ഡോക്ടറെ കാണ്, ഇന്ന ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യേ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞു വിട്ടു. അവർ പോയി അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തി, അവർ ട്രീറ്റ്മെന്റ് ചെയ്തു. അവർക്ക് മറുപടി ഉണ്ടായി, അതിന് ഫലമുണ്ടായി, അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. സ്തോത്രം. ആ കുഞ്ഞുമായി അവർ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കുടുംബത്തെ, ഇതുപോലെ വിഷമിക്കുന്ന മറ്റൊരു കുടുംബത്തെ കണ്ടാൽ അവർ മിണ്ടാതിരിക്കുമോ? പറയാതിരിക്കുമോ? സ്തോത്രം, ഇല്ല, അവർ നിശ്ചയമായും പറഞ്ഞിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയുടെ മറുപടി. നമുക്ക് ദൈവം തന്ന മറുപടി പങ്കുവെക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിന്റെ അരികിൽ 10 കുഷ്ഠരോഗികളാണ് വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവർ സൗഖ്യമായി. പക്ഷെ ഒരുവനാണ് തിരിച്ചു വന്നത്. ഈ 10 പേരും പോകുമ്പോ കർത്താവ് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, സ്തോത്രം, തിരിച്ചു വരണം, അതിനൊരു താങ്ക്സ് പറയണം എന്ന് ആരോടും കർത്താവ് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരുവൻ തിരിച്ചു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെതായ ചില പദ്ധതിയുണ്ട്. അത് നിന്നോടുള്ള ദൈവത്തിന്റെ മറുപടിയാണ്, നിന്റെ കുടുംബത്തോട് തലമുറയോടുമുള്ള ദൈവത്തിന്റെ മറുപടിയാണ്, നിന്റെ സഭയോടുള്ള ദൈവത്തിന്റെ മറുപടിയാണ്, നിന്റെ കൂട്ടുകാരോടുള്ള ദൈവത്തിന്റെ മറുപടിയാണ്. അത് മറച്ചു വെക്കാൻ നമുക്ക് അവകാശമില്ല. സ്തോത്രം. അത് പങ്കുവെക്കേണ്ടതാണ്, അത് സാക്ഷ്യം പറയേണ്ടതാണ്, അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് കൃത്യമായി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. പക്ഷേ സെക്കറിയാവിനുണ്ടായ ആ അബദ്ധം, സ്തോത്രം, സെക്കറിയാവ് ചോദിക്കുകയാണ്, സ്തോത്രം, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? സ്തോത്രം. ദൂതൻ വന്നപ്പോൾ സെക്കറിയാവ് ചോദിക്കുക, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ. മോനെ, നിന്റെ കയ്യിലിരിക്കുന്ന ചുരുളൊന്ന് നിവർത്തി നോക്കിയാൽ നിന്റെ വല്യപ്പനായ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടത് നിനക്ക് അറിയാൻ പറ്റും. സ്തോത്രം. നീ പുരോഹിതനും ദൈവവചനത്തിന്റെ സംരക്ഷകനും അതിന്റെ ഉപദേശകനുമാണ് നീ. സ്തോത്രം. നീ വിശ്വസിച്ചില്ലേ പിന്നെ ആര് വിശ്വസിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ദൂതൻ അവനോട് പറയുക, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കളി പറയാൻ വന്നവനല്ല. സ്തോത്രം. ഞാൻ തമാശ പറയാൻ വന്നതല്ല. ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. സ്തോത്രം. അബോധ്യം നിനക്കുണ്ടോ? സെക്കറിയാവേ, നീ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? ഗബ്രിയേൽ ദൂതൻ പറയുന്നു, ഞാൻ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൂതനാണ്, ഗബ്രിയേലാണ്. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം എനിക്കറിയാം. ഇവിടെ നിന്നെ പറ്റിക്കാൻ വന്നതല്ല ഞാന്. ഇവിടെ ഞാൻ എന്തെങ്കിലും ഭോഷത്വം പറയാൻ വേണ്ടി വന്നതല്ല. ദൈവം എന്നെ അയച്ച ഒരു സന്ദേശം നിനക്ക് കൈമാറാനാ ഞാൻ വന്നേ. ഹല്ലേലൂയ. പക്ഷെ അത് തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എൻ്റെ വാക്ക് വിശ്വസിക്കാത്തതുകൊണ്ട് നീ അത് സംഭവിക്കുന്നത് വരെ മൗനമായിരിക്കും, ഊമനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ എന്ന് ദൂതൻ സെക്കറിയാവിനോട് പറയുകയാണ്. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ആ സന്നിധിയുടെ മഹത്വം എന്താണെന്ന് നാം അറിയണം. സ്തോത്രം.
ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും കേട്ട് കാണും ഒരു വീഡിയോ. കേരളത്തെ ഇളക്കി മറിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇളക്കി മറിച്ച ഒരനുഗ്രഹീതനായ ദൈവ മനുഷ്യന്റെ മകൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം വീഡിയോയിലൂടെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അനേക വർഷങ്ങൾ തെറ്റായ ശുശ്രൂഷയാണ് ചെയ്തത്. തെറ്റായ ശുശ്രൂഷ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി, പ്രധാനപ്പെട്ട സഭകളിലൊക്കെ പോയി പ്രവചിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, ആളുകളുടെ പേര് വിളിച്ചു. സ്തോത്രം. പക്ഷെ അതല്ല ഞാൻ തെറ്റായ ആത്മാവിലാണ് ചെയ്തത്. ആരും എന്നെ വിവേചിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, കുറ്റയിപ്പിന് നമ്മുടേതാ. സ്തോത്രം. അദ്ദേഹം ദുരാത്മാവിലാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, അത് ആരും വിവേചിച്ചില്ല. അപ്പൊ കുറ്റം ആരുടെയായി? നമ്മുടേതായി. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ചിന്തിച്ചത് ആ മനുഷ്യന്റെ, ആ ദൈവ മനുഷ്യന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു തരികിട ചെറുക്കൻ ജനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതാ നമുക്ക് പറ്റിയത്. സ്തോത്രം. പക്ഷേ ഇദ്ദേഹം ചിന്തിക്കണം, ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. വ്യാജവുമായി, സ്തോത്രം, തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളുമായി, സ്തോത്രം, ദൈവം തരാത്ത സന്ദേശവുമായി ദൈവം മുമ്പിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ല കണക്ക് പറയേണ്ടത്, അവിടെ നിന്ന് നീ കണക്ക് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം തരാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തോട് കണക്ക് പറയേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ദൈവസന്നിധിയിലാണെന്നുള്ള ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കൂടെ പോയി ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ചേ, സെക്കര്യാവിനോട് ഇത് പറഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോ സ്തോത്രം, ഈ ഗബ്രിയേൽ ദൂതൻ പോകുന്നൊരു സ്ഥലമുണ്ട്. 6-ാം മാസത്തിൽ 26-ാമത്തെ വാക്യം, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് അയച്ചു. അവിടെ മറിയ എന്ന ഒരു പെൺകുട്ടിയുടെ അരികിലേക്കാ ചെന്നത്. അവളോട് ചെന്നിട്ട് ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടിയുണ്ട്. സ്തോത്രം. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവള് പറയുകയാണ്, സ്തോത്രം, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തൊരു സ്ത്രീയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അവളുടെ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. പക്ഷേ അതിനുശേഷം അവൾ പറയുന്നുണ്ട്, സ്തോത്രം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. സ്തോത്രം. ധാരാളം പ്രശ്നങ്ങളുള്ള, വെല്ലുവിളികളുള്ള, എതിർപ്പുകളുള്ള ഒരു നിയോഗമാണ് തനിക്ക് ലഭിച്ചതെങ്കിലും ദൈവം മുമ്പിൽ സമർപ്പിക്കുന്ന മറിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മറിയ ഈ വിടുതൽ പ്രാപിച്ചപ്പോൾ, സ്തോത്രം, ഉദരത്തിൽ ആ കുഞ്ഞിനെ അവൾ വഹിച്ചപ്പോൾ വായിക്കുന്നത്, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു, സെക്കര്യാവിന്റെ വീട്ടിലെത്തി. ഹല്ലേലൂയ. അവിടെ ചെന്ന് എലിസബത്തിനെ വന്ദനം ചെയ്യുമ്പോൾ, സ്തോത്രം, മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിലിരുന്ന കുഞ്ഞ് തുള്ളി എന്ന വായിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ? പ്രാർത്ഥനയുടെ മറുപടിയുമായി നാം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആത്മാവിന്റെ ഒരു സ്പർശനമുണ്ടായാൽ, സ്തോത്രം, ആത്മാവിൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക്, സ്തോത്രം, അത് ആത്മാവിന്റെ ഒരു ചലനമുണ്ടാക്കും. സ്തോത്രം. ഇത് കേട്ട് അവിടെ ഉദരത്തിൽ കുഞ്ഞു തുള്ളിയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറയുക, സ്തോത്രം, സ്ത്രീകളിൽ മറിയേ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. സ്തോത്രം. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഹല്ലേലൂയ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ഉടനെ മറിയ പറയുക, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.
സ്തോത്രം, ഹല്ലേലൂയ. ഒരു വശത്ത് സ്തുതി ഉയരുമ്പോൾ മറുവശത്ത് നിന്ന് ആരാധനയുടെ ശബ്ദം ഉയരുകയാ. കണ്ടോ, ഒരു പ്രാർത്ഥനയുടെ മറുപടിയുമായി മറിയ ഓടി എലിസബത്തിന് വീട്ടിലെത്തുമ്പോൾ അവര് രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ച! ഹല്ലേലൂയ, സ്തോത്രം. ഒരു സംയുക്ത ആരാധന അവിടെ നടക്കുകയാ. ഒരു സംയുക്ത ആരാധന. ഹല്ലേലൂയ. രണ്ടു സഹോദരിമാർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അവർ കൊടുത്ത മറുപടിയിൽ അവർ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭവനം ഒരാരാധനയുടെ കേന്ദ്രമായി മാറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഓർക്കുക, ഇത് കണ്ടുകൊണ്ടൊരു മനുഷ്യൻ അപ്പുറത്തിരിപ്പുണ്ട്. വാ തുറക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഈ രണ്ടുപേരെ കണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഒരു വാക്ക് പുറത്തു വരുന്നില്ല. കാരണം എന്ത്? ദൈവം പറഞ്ഞതിനെ അവൻ അവിശ്വസിച്ചു എന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആമേൻ. ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്ന ഒരു മറുപടി അതൊരു ദൈവിക വെളിപ്പാടാണ്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാടാണ്, ഒരു പുതിയ അറിവാണ്. സ്തോത്രം. അത് നാം പങ്കുവെക്കേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഒളിച്ചു വെക്കേണ്ടതല്ല. സ്തോത്രം. നമ്മൾ വായിക്കുന്നുണ്ട്, പറയുടെ കീഴിൽ വെക്കേണ്ടതല്ല, കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതല്ല, മറിച്ച് അത് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അങ്ങനെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനോടുകൂടെ സ്തോത്രം ചെയ്യാൻ അനേകരുണ്ടാകും. സ്തോത്രം. നമ്മുടെ വീട്ടിൽ നിന്നും, നമ്മുടെ സഭയിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അനേകർ അതിന് സ്തുതി പറയുവാൻ രംഗത്ത് വരും. ഹല്ലേലൂയ. അതിന് സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവദാസനെ നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം സമയം